ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം ഇന്ത്യയുടെ പൊതുമനസ്സും മാധ്യമങ്ങളുടെ പൊതുരീതിയും പ്രതിപക്ഷ പാർട്ടികളും എല്ലാം തന്നെയും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംഗതിക്ക് കീഴ്പ്പെട്ട് വരികയാണ്. അതായത് ഈ BJP സർക്കാരിൻ്റെ ഹിന്ദുത്വ സ്വഭാവമുള്ള സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ കാലത്താണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് എങ്കിൽ അവയെല്ലാം അതിദേശീയത മാത്രം വിളമ്പാനുള്ള ഒരു സംഗതിയായിട്ട് മാറുകയും, എന്നാൽ മറ്റേതെങ്കിലും ഭരണകൂടങ്ങളുടെ കീഴിലാണ് ഇത്തരം സംഗതികൾ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം സുരക്ഷാ പ്രശ്നമായി പെട്ടെന്ന് മാറുകയും ചെയ്യുന്നു. മാധ്യമങ്ങൾക്കും അതൊരു വലിയ സുരക്ഷാ പ്രശ്നമാകും. സാധാരണ കോമൺ പബ്ലിക് പോലും എന്തുകൊണ്ട് നമുക്ക് ഇവിടെ സുരക്ഷയില്ല, എന്തുകൊണ്ടാണ് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ നമുക്ക് സുരക്ഷ കിട്ടാത്തത്, എന്തുകൊണ്ടാണ് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ അതിർത്തിയിൽ ആക്രമണം നടക്കുന്നത്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ബോംബെയിലെ ഹോട്ടൽ ആക്രമിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നിരന്തരമായി ചോദിക്കാൻ തോന്നും. എന്തുകൊണ്ടാണ് സബർബൻ ട്രെയിൻ ആക്രമണം നടക്കുന്നത്, എന്തുകൊണ്ടാണ് രാജസ്ഥാനിൽ ആക്രമണം നടന്നത്, ഡൽഹിയിൽ ആക്രമണം നടന്നത്, നമ്മൾ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. പ്രഷർ കുക്കർ പൊട്ടിയ ബോംബ് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ഇതൊരു സുരക്ഷാ പ്രശ്നമാണ്. സുകേഷേ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരാക്രമണ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ 12-മോ 14-മോ ആണ് ഇന്ത്യ. 170 രാജ്യങ്ങളുടെ മൊത്തം കണക്കിൽ ഇന്ത്യ ഒരു ടോപ്പ് റേറ്റഡ് കൺട്രിയാണ്. കാരണം നിരന്തരമായി ഭീകരാക്രമണങ്ങളുടെ നിഴലിൽ ജീവിക്കുകയോ അതിൻ്റെ ഭയപ്പാടിൽ ജീവിക്കുകയോ ആ ത്രെട്ട് അനുഭവിക്കുകയോ ചെയ്യുന്ന രാജ്യമാണ്. കാരണം അത്രയും തരത്തിലുള്ള എക്സ്റ്റേണൽ ശത്രുക്കളൊക്കെ നമുക്കുണ്ട്. അത്തരം ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഡൽഹി. ആ തലസ്ഥാനത്തെ ഏറ്റവും മർമ്മപ്രധാന കേന്ദ്രത്തിൽ, ഇവിടെ നിന്ന് 7 കിലോമീറ്റർ പോയ പാർലമെൻറ്റ്, കുറച്ചുകൂടെ അങ്ങോട്ട് പോയ പ്രധാനമന്ത്രിയുടെ വീട്, അത്രയും മർമ്മപ്രധാനമായ സ്ഥലത്ത് ഒരു കാറ് വന്ന് കാത്തു കിടന്ന് ബ്ലാസ്റ്റ് ചെയ്യുക. പുൽവാമയിലുണ്ടായ സംഭവം ഓർമ്മയുണ്ട്. പുൽവാമയിൽ ഒരു മിലിറ്ററി കോൺവോയ് വരുമ്പോൾ ആ മിലിറ്ററി കോൺവോയ് വരുന്നത് കാത്തു കിടക്കുന്ന ഒരു സ്കോർപ്പിയോ വാൻ. ഇതേപോലെ സൂയിസൈഡ് ബോംബിംഗ് ആയിരുന്നു. മിലിറ്ററി കോൺവോയിലേക്ക് ബൈ റോഡിൽ നിന്ന് കയറി വന്ന ഒരു സ്കോർപ്പിയോ വാൻ ചെന്ന് കയറുന്നു, പൊട്ടിക്കുന്നു, 44 പേരങ്ങ് മരിക്കുന്നു. എന്ത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ കാലത്തുണ്ടായിട്ടുള്ള ഈ ആക്രമണങ്ങൾ, അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള മരണങ്ങൾ, നമുക്കുണ്ടായിട്ടുള്ള വലിയ ലോസ്, അതിന് ആരെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ? പഹൽഗാം എടുത്തു നോക്കുക. ഏറ്റവും അവസാനം നമ്മൾ ഏറ്റവും വൈകാരിക തീക്ഷ്ണമായി സമീപിച്ചതല്ലേ പഹൽഗാമിനെ. അതിൻ്റെ പേരിൽ പാകിസ്ഥാനിൽ നമ്മൾ അറ്റാക്ക് നടത്തുകയും ചെയ്തു. ഞാൻ പറയുന്നത്, പഹൽഗാമിലുണ്ടായ സുരക്ഷാ വീഴ്ച മറുപടി പറയപ്പെട്ടുള്ള കാര്യമാണോ? എന്തുകൊണ്ടാണ് 12,000 പേര് ഡെയിലി വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒരു മിലിറ്ററി എയ്ഡ് പോസ്റ്റ് പോലും ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം വളരെ പെട്ടെന്ന് കൗണ്ടർ ഇടപെടൽ നടത്താൻ പട്ടാളത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസ് ഫോഴ്സിനോ കഴിയാതിരുന്നതുകൊണ്ടാണ്? അവിടെ ആരും ഉണ്ടായില്ല. അതിനെക്കുറിച്ച് വല്ല മറുപടിയുണ്ടോ?